പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിനമായ വിരോധിയാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. പ്രവാചകനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരു വേളയും അദ്ദേഹം പാഴാക്കാറില്ല. അപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൻ്റെ അടുക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് അബൂജഹൽ രംഗപ്രവേശം ചെയ്യുന്നത്. ഉടനെ അതിശക്തമായ രോഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. അദ്ദേഹം അബൂജഹൽ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ, ഇതൊന്നും ഇവിടെ നടക്കില്ല, ഇവിടെ ഇങ്ങനെ നിസ്കരിക്കാനും ഇതിനൊന്നും ഇവിടെ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മൈൻഡ് ചെയ്യാതെ, ആർക്കുണ്ട് അങ്ങനെ തടയാൻ കഴിയുക? ഒരു പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്നത് തടയാൻ ആർക്കെങ്കിലും കഴിയുമോ? തടയാൻ പാടില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊരു വില പോലും കൊടുക്കാതെ അത് നിസ്കാരം തുടരുകയുണ്ടായി. അങ്ങനെ വീണ്ടും മറ്റൊരിക്കൽ വന്നപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിശക്തമായ രൂപത്തിൽ വിലക്കി, ഇനിയെങ്ങാനും നീ ഇവിടെ വെച്ച് നിസ്കരിച്ചാൽ നീ വിവരം അറിയും. എനിക്ക് ആളുകളുണ്ട്, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായോ? ഞാൻ നിന്നെപ്പോലെയല്ല, എനിക്കിവിടെ സംഘങ്ങളുണ്ട്. അതായത് ഞാൻ വിളിച്ചാൽ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പിന്തുണ എനിക്കുണ്ട് എന്ന് ഗർവിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മുശ്രിക്കുകളായ ആളുകൾ ഇരിക്കുന്ന ഒരു സഭയിൽ ഒരു ദിവസം അബൂജഹൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മുഹമ്മദ് നിസ്കരിക്കാറുണ്ടോ? അപ്പം അതൊരു മേനി പറച്ചിലിനായിട്ട് ഞാൻ നിർത്തി എന്ന്, അവൻ്റെ നിസ്കാരം നിർത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആരിത് പറഞ്ഞത്? അബൂജഹൽ പറഞ്ഞത്. പക്ഷെ മുശ്രിക്കുകൾ പറഞ്ഞു, ഓ, മുഹമ്മദ് ഇവിടെ നിസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നത് ഞങ്ങൾ കാണാറുണ്ടല്ലോ. അപ്പം ഇദ്ദേഹത്തിന് അതിശക്തമായ രോഷം വന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്താ മുഹമ്മദ് അത് അനുസരിക്കാത്തത്? അപ്പം അദ്ദേഹം അവിടെ വെച്ചിട്ടൊരു ശപഥമെടുക്കുകയാണ്. ഇനി എങ്ങാനും മുഹമ്മദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ അവൻ്റെ പിരടിക്ക് ഞാൻ അടിക്കുകയും മുഖം മണ്ണിൽ വെച്ച് ചവിട്ടുകയും ചെയ്യുമെന്ന് ശപഥം ചെയ്യുകയാണ്. അങ്ങനെ ഇത് പാലിക്കപ്പെടണമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹം കടന്നു വന്ന് ഈ ഒരു നീച പ്രവർത്തനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നു. അങ്ങനെ വന്നിട്ട് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചവിട്ടാനാഞ്ഞപ്പോൾ അത്യധികം പേടിയോടുകൂടി ശരീരമൊക്കെ വിവർണമായി, നമ്മൾ പറയില്ലേ, രക്തമൊക്കെ പോയ രൂപത്തിൽ അദ്ദേഹം ഭയവിഹ്വലനായിട്ട് കണ്ടു. അപ്പോൾ ഇത് കാണാനിരിക്കുന്ന, ഈ കാഴ്ച കാണാനിരിക്കുന്ന ഖുറൈശികൾ വിളിച്ചു ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ പറയണെന്ത്, എനിക്കും മുഹമ്മദിനും ഇടയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിടങ്ങ് പ്രത്യക്ഷപ്പെട്ടു, ഒരു അഗ്നിയാലുള്ള കിടങ്ങ്. അതിൽ ചിറകുള്ള ഒരു സൃഷ്ടികളെ ഞാൻ കണ്ടു എന്ന് ആര് പറഞ്ഞു? അബൂജഹൽ പറയണം. ഇതാണ് വളരെ മനോഹരമായി ഖുർആൻ അത് അവതരിപ്പിച്ചു തന്നു. അറഅയ്തല്ലദീ യൻഹ, വിരോധിക്കുന്നവനെ നീ കണ്ടുവോ? അബ്ദൻ ഇദാ സ്വല്ല, അടിമ നിസ്കരിക്കുമ്പോൾ. അറഅയ്ത ഇൻ കാന അൽ ഹുദ ഔ അമറ ബിത്തഖ്വ, അദ്ദേഹം ഹിദായത്തിലായി, തഖ്വ കൊണ്ട് കൽപ്പിച്ചു. ഇയാൾക്ക് എന്താ അതുകൊണ്ട് ഛേദം? ഒരാളോട് നന്മ കൽപ്പിച്ചു, അതേപോലെ തന്നെ ജനങ്ങളെ നന്മയിലേക്ക് വിളിക്കുന്നു, തഖ്വക്ക് വേണ്ടി അദ്ദേഹം അധ്വാനിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ വിരോധിക്കാൻ ഈ ആൾക്ക് എന്ത് അധികാരം? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിശക്തമായ വിരോധം പറയാണ്, താക്കീത് കൊടുക്കണം. കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ ഫല്യദ്ഉ നാദിയ സനദ്ഉ സബ. അവൻ അവൻ്റെ ആൾക്കാരെ വിളിക്കട്ടെ. അവനല്ലേ പറഞ്ഞത് അവന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പം അവൻ്റെ ഫോളോവേഴ്സിനെ അവന് വിളിക്കട്ടെ. നാം ആരെ വിളിക്കാം? നാം സബാനിയത്തിനെ വിളിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് പെരടിക്കടിക്കുന്നാണ് അവൻ എന്താണ് പറഞ്ഞത്. അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അവൻ്റെ ആ ഒരു എന്താണ് ലനസ്ഫഅൻ ബിന്നാസിയ, അവൻ്റെ ആ കളവ് പറയുന്ന കുടുമ തലയാന് പിടിക്കും. അപ്പോൾ നേരെ തിരിച്ച് അതേ രൂപത്തിൽ പ്രതികരിക്കുന്നു. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്ന ചില കാഴ്ചകൾ, വളരെ അത്ഭുതകരമായ പല കാഴ്ചകളും നമുക്ക് മുഅ്ജിസത്തിലൂടെ
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതായി വന്ന ധാരാളം മുഅ്ജിസത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ വിഷയത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതെ, അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൻ്റെ കൂട്ടാളികളെ വിളിക്കട്ടെ, നമ്മൾ ജബാനിയത്തിനെ വിളിക്കാം. അപ്പോൾ പിന്നെ ചിറകുള്ള സൃഷ്ടികളെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മലക്കുകളെ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ആ കടന്നുപോയതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന അതിമനോഹരമായൊരു ആദർശം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത്. എന്നാൽ കൊല്ലം 1400 കഴിയുമ്പോഴേക്കും വളരെ ദുരന്തപൂർണമായൊരു കാഴ്ചക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. എന്താ കാഴ്ച? അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ഉച്ചൈസ്തരം വിളംബരം ചെയ്യുന്ന ഹജ്ജ് കർമ്മത്തിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഒഴുകുമ്പോൾ, നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹാജിമാരെന്ന് പറയുന്ന ആളുകൾ പോകുന്നത് മക്ബറകൾ താണ്ടിയിട്ടാണ് അവിടേക്കുള്ള പ്രയാണം, യാത്ര ആരംഭിക്കുന്നത്. അള്ളാഹിൻ്റെ വിളിക്കുത്തരം നൽകി പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമില്ല. അവർക്ക് മക്ബറകളിലും ജാറങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളിലാണ് വിശ്വാസമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വഹദാനിയത്തിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ ദുആ ചെയ്യണം. ഒരാളുടെ ആഖിർ കലാം ലാ ഇലാഹ ഇല്ലല്ലയാണെങ്കിൽ അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവനേക്കാളേറെയാണ് ആ പ്രവാചകൻ്റെ സ്ഥാനം. ആ പ്രവാചകൻ അധ്വാനിച്ചത് ലാ ഇലാഹ ഇല്ലല്ല നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഒരു അപേക്ഷയും നമ്മളിൽ നിന്ന് പൂരിപ്പിച്ചു വാങ്ങാതെ, നമ്മളോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഈ ഒരു വഹദാനിയത്തിൻ്റെ തീരത്തേക്ക്, ശാദ്വല തീരത്തേക്ക് നമുക്ക് വഴിയൊരുക്കി. അതിൻ്റെ തീരത്തിരുന്നാണ് നമ്മൾ കാറ്റുകൊള്ളുന്നത്. ഇത് നമ്മുടെ ജീവിത അവസാനം വരെ നിലനിർത്തി കിട്ടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, ജവാബ് കിട്ടുന്ന വേളകളിലൊക്കെയും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ഈ ഭാഗ്യം കിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പിതാവിന് ഈ ഭാഗ്യം കിട്ടിയില്ല. എന്തിനേറെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്ക് പോലും അങ്ങനെ അദ്ദേഹം പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്തു. പക്ഷേ ജീവിത അവസാനത്തിൽ അടുത്തു നിന്നുകൊണ്ട് പ്രവാചകൻ ആവശ്യപ്പെട്ടു, ചൊല്ലു മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ചൊല്ലാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായില്ല എന്നൊരു കാര്യം കൂടി പറയുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലയുടെ മധുരവും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ എന്ന ഒരു അനുഭവമാണ് ഇന്നത്തെ ഈ സ്ലോട്ടിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്.